ഹായ് മച്ചന്മാരെ, നമ്മളിന്നുള്ളത് ബേ ഓഫ് പ്ലെൻറ്റി റീജിയനിലുള്ള ഫക്കത്താനയിലാണ്. ഈ കാണുന്നതാണ് വൈറ്റ് ഐലൻഡ്. വൈറ്റ് ഐലൻഡ് എപ്പോഴും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. കാരണം ന്യൂസിലാൻഡിലെ മോസ്റ്റ് ആക്റ്റീവ് വോൾക്കാനുകളിൽ ഒരെണ്ണമാണിത്. അവസാനം 2019 ഒരു ഇറപ്ഷൻ നടക്കുന്നത്. ആ സമയത്ത് കുറേ ടൂറിസ്റ്റുകൾ മരിക്കുകയും കുറേ പേര് ഇഞ്ചേർഡ് ആകുകയൊക്കെ ചെയ്തായിരുന്നു. ഈ കാണുന്നതാണ് ഒരു പകൽ സമയത്തെ വ്യൂ. അടിപൊളി. ഇവിടെ വന്നൊന്ന് മീൻ പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ സെറ്റായി ഞങ്ങൾ അവിടുന്ന് ഓക്ലാൻഡിൽ നിന്ന് നേരെ വെളുപ്പിനെ തന്നെ വിട്ടു. അവിടുന്ന് ഒരു 4 മണിക്കൂറത്തെ യാത്രയുണ്ട് ഇവിടെ വരെ. ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും ബ്ലൂ നോസും ഹാപ്പുക്കയൊക്കെയാണ്. ഈ കാണുന്നതാണ് ലേഡി ഓൺ ദ റോക്സ്. മൗറി കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ബാഗിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇപ്പം ഞാൻ അതിലേക്കൊന്നും പോകത്തില്ല. ന്യൂസിലാൻഡ് 4 സൈഡും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതെല്ലാം ഫിഷിങ്ങിന് പോയിട്ട് വന്ന ബോട്ടുകളാണ് കൂടുതലും പേഴ്സണലായിട്ടുള്ളതുകൊണ്ട്. പിന്നെ ബോട്ട് റാമിൻ്റെ അടുത്ത് ഇതുപോലെ നല്ലൊരു പാർക്കുണ്ട്. സ്വിമ്മിംഗ് ഒക്കെ അറിയാവുന്നവർക്കാണ് ഇവിടെ വന്ന് വെള്ളത്തിൽ ചാടാം, ഇല്ലെങ്കിൽ സൈഡിൽ ഇരുന്ന് കാണാം. ഞങ്ങൾ അതിരാവിലെ തന്നെ സ്പോട്ടിലെത്തി. ബോട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മൾ ബാറ് ക്രോസ് ചെയ്യുന്നത്. ബാറ് ക്രോസ് ചെയ്യുന്നത് പറഞ്ഞ് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. ബാറ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടുത്തെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റലിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. Just take your bait obviously off the handle here, chuck the sinker in the water, gauge the reel, hold some thumb or finger pressure on the spool until your nylon leader here goes off the rod. So when it's on the braid you can just let it go. We need the sinker sitting hard on the bottom, alright? പുള്ളിക്കാരനാണ് നമ്മുടെ മെയിൻ സ്കിപ്പർ. ഇലക്ട്രിക് റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. നമ്മൾ സാധാരണ പോകുമ്പോൾ എല്ലാ ബോട്ടിലും ഇതുപോലെ തന്നെ ഫസ്റ്റ് നമുക്കൊരു ക്ലാസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വൈറ്റ് ഐലൻഡിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. When we do hit the bottom to engage the reel into gear to start fishing is by lifting the bottom lever here back up or by just taking a wind of the handle, okay? Yep. Whoever's on the reels when you're fishing, only look at your own rod tip and concentrate on it, and always have your finger or your thumb on this top lever, which is your throttle. Your bites today, you'll get some little terraki bites around the place. They'll be little wee short sharps, little wee like this, look. Don't wind on them, they're just terraki, hooks are too big. Your bite should look something like this, alright? Can you see that? Full power. Straight away. Clearly there's nothing on it, we've missed the bite. We'll throttle it back off and just relocate it back. അങ്ങനെ പുള്ളിക്കാരൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ നേരെ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 320 മീറ്റർ താഴ്ചയുണ്ട് ഇവിടെ തന്നെ. മെയിനായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു തന്നത് ഇവിടെ 2 തരത്തിലുള്ള ബൈറ്റ് കിട്ടാനാണ് സാധ്യത. ഒന്ന് ടരാക്കി, ചെറിയൊരു മീനാണ്. പിന്നുള്ളത് ബ്ലൂ നോസിൻ്റെ. ഈ തരത്തിലുള്ള ബെയ്റ്റാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ടോപ്പിൽ തന്നെ മീൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ബ്ലൂ നോസ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്ന് വരുമ്പോൾ അറിയാം. അതെ മുഴുത്ത സാധനം. അവിടെ ഉണ്ടായിരുന്ന ബോട്ടുകാരൊക്കെ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ബൈറ്റ് സ്ലോ ആയി. നമ്മൾ ഇവിടുന്ന് സ്പോട്ട് ചേഞ്ച് ചെയ്യുകയാണിപ്പം. വേറെ ജിമ്മി മാത്രമേ ഉള്ളൂ അടിക്കുന്നത്. അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അത് ചെറുതാ, സ്മോൾ സൈസ്. വെയിറ്റ് ആക്കാൻ പോ, വെയിറ്റ്. നമ്മൾ അടുത്ത ഡ്രോപ്പിനുള്ള ബെയ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി ബ്ലൂ ന്യൂസൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരത്തെ ഫൈറ്റിങ്ങിന് ശേഷമാണ് ഇത് എത്തിയത് മേളിൽ. തല മാത്രമേ ഉള്ളൂ. ഇത്ര നേരം ഷാർക്ക് അതിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ഓർത്ത് നല്ല വലിയ മീനായിരിക്കുമെന്ന്. ഷാർക്കിൻ്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് ജോബ് മാൻ.
Panicky! Jump. Cousin! Hey? Cousin Marbury. നമുക്ക് ഓരോ വട്ടം ഈ ടെരാക്കി കിട്ടുന്ന സമയത്ത് നമ്മുടെ ബ്ലൂ നോസിൻ്റെ ഓരോ ചാൻസാണ് കുറയുന്നത്. കാരണം നമ്മൾ ഓർക്കുന്ന ബ്ലൂ നോസിൻ്റെ ബൈറ്റാണെന്ന് വിചാരിച്ചാണ് ഇത് വലിച്ചെടുക്കുന്നത്. എടുക്കുമ്പോൾ മേളി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ടെരാക്കിയാണ്. അപ്പുറത്തെ സൈഡിൽ അപ്പച്ചൻ ജിഗ് ചെയ്ത് ഒരെണ്ണത്തിനെ പൊക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പള്ളക്കാണത് കയറിയേക്കുന്നത് ജിഗ്. എന്നാലും അപ്പച്ചനെ സമ്മതിക്കണം, ഇത്രയും എമൗണ്ട് സാധനത്തിന് തന്നെ പുള്ളിക്കാരൻ നിന്ന് വലിച്ച് മേളി കയറ്റിയത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബോട്ടുകാരും വന്നു ഇപ്പോൾ ഉണ്ട്. ഇവരുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. അവർക്ക് കുറച്ച് ബെയ്റ്റ് പുള്ളിക്കാർ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു വിസിറ്റർ റോഡ് വന്നു. നല്ല എമൗണ്ടൊരു ഷാർക്ക്. കുറച്ച് നേരമായി ബോട്ടിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആദ്യം നമുക്ക് അതിൻ്റെ ഫിന്ന് മാത്രമേ കാണത്തുള്ളായിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടി നമ്മുടെ ബോട്ടിനടുത്തോട്ട് വന്നു തുടങ്ങിയത്. സമയം ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് അടുത്തുള്ള ബോട്ടുകൾ ഓരോന്നായി പോയി തുടങ്ങി. ഷാർക്ക് മാത്രമുണ്ട് നമ്മളെ വിട്ടുപോകാതെ ഇപ്പോഴിങ്ങനെ നമ്മുടെ അടുത്ത് ഇപ്പുണ്ട്. നമ്മൾ രാവിലെ വന്നതാണ്. സമയം പോയത് നമ്മൾ അറിഞ്ഞതേയില്ല. നമ്മുടെയും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശമായി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത്.